ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ അഡ്ഡ 2% മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുമായി ബന്ധപ്പെട്ട് നിലവിൽ പുറത്തു വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഡിസംബറിലെ വിജ്ഞാപനമാണ് ഫയർമാൻ, അല്ലേ? ഫയർമാൻ ട്രെയിനി. അപ്പോൾ ഈ ഫയർമാൻ ട്രെയിനി പരീക്ഷയുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കും ആ പരീക്ഷയുടെ സിലബസ് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനൊരു വിജ്ഞാപനം വരാനുള്ള സമയമായിട്ടുണ്ട്. 1 വർഷമാണ് ഈ പോസ്റ്റുകളുടെ കാലാവധി. അപ്പോൾ നോക്കൂ, ഫയർമാൻ ട്രെയിനി പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിലവിലെ അതിൻ്റെ സിലബസ് എങ്ങനെയാണ്, പ്രിപ്പറേഷൻ തുടങ്ങാൻ നമുക്ക് എത്രയും പെട്ടെന്ന് ഫോണിലേക്ക് ചെക്ക് ചെയ്തേ വരും. നമുക്ക് ഇതാണ് നിലവിലെ വരാൻ പോകുന്ന ഒറ്റ പരീക്ഷയാണ്. വരാൻ പോകുന്ന ഫയർമാൻ ഒറ്റ പരീക്ഷയാണെന്ന് മറക്കരുത്. ഈ ഒറ്റ പരീക്ഷ ഫയർമാൻ്റെ സിലബസ് ആണ്. ഫയർമാൻ എന്ന ഒറ്റ പരീക്ഷയാണെന്ന് മറക്കല്ലേ. ഫയർമാൻ എന്ന ഒറ്റ പരീക്ഷയാണ്. സിലബസിനെ ഒന്ന് വിശദീകരിച്ച് നമുക്ക് പരിശോധിക്കാം. നോക്കൂ, ചരിത്രം എത്ര മാർക്കാണ്? 5 മാർക്ക്. ഭൂമിശാസ്ത്രമോ 5 മാർക്കായിരിക്കും. അതുപോലെ തന്നെ എക്കണോമിക്സോ അത് 5 മാർക്കാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനോ അത് 8 മാർക്കാണെന്ന് മറക്കരുത്. കേരളം ഭരണ സംവിധാനങ്ങളോ അത് 3 മാർക്കാണ്. ബയോളജിയോ അത് 4 മാർക്കാണ്. അതുപോലെ തന്നെ ഭൗതിക ശാസ്ത്രമോ അത് 3 മാർക്കാണെന്ന് മറക്കല്ലേ. രസതന്ത്രമോ അത് 3 മാർക്കാണെന്ന് മറക്കല്ലേ. കലാകായിക സാഹിത്യ സംസ്കാരമോ അത് 4 മാർക്കാണെന്ന് മറക്കല്ലേ. അതുപോലെ ആനുകാലിക വിഷയങ്ങളോ അത് 10 മാർക്കാണെന്ന് മറക്കല്ലേ. ലഘു ക്യൂ ആൻഡ് റീസണിങ്ങോ അത് 10 മാർക്കാണെന്ന് മറക്കല്ലേ. അതുപോലെ ഇംഗ്ലീഷോ അത് 10 മാർക്കാണെന്ന് മറക്കല്ലേ. അതുപോലെ പ്രാദേശിക ഭാഷ മലയാളമോ അതും 10 മാർക്കാണ്. സ്പെഷ്യൽ ടോപ്പിക്ക് കണ്ടായിരുന്നോ? ജോലിയുടെ ക്യാരക്ടറുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്ക് 20 മാർക്കാണെന്ന് മറക്കല്ലേ. അപ്പോൾ ഇപ്രാവശ്യവും ഫയർമാൻ ഒറ്റ പരീക്ഷ അല്ലെ. ആദ്യം ഒരു 2 പരീക്ഷ എന്ന രീതി ആയിരുന്നു PSCക്ക്. +2 പ്രിലിംസിൽ ഫയർമാനെ ഉൾപ്പെടുത്തിയതിന് ശേഷം, അല്ലേ, +2 പ്രിലിംസിൽ ഫയർമാനെ ഉൾപ്പെടുത്തിയതിന് ശേഷം പിന്നെ എന്ത് ചെയ്തു? അതിനെ ഒരു സെപ്പറേറ്റ് മെയിൻസ് വെച്ചിരുന്നു. പിന്നെ PSCക്ക് അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലായി PSC ആ പരിപാടി നിർത്തി. പകരം പിന്നെന്താക്കി? പിന്നെ ഒറ്റ പരീക്ഷ എന്ന സ്കീമാക്കി, അല്ല ഒറ്റ പരീക്ഷ എന്ന സ്കീമിലേക്ക് മാറി. ആ ഒറ്റ പരീക്ഷയിൽ സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഉൾപ്പെടുത്താൻ തുടങ്ങി. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിലേക്ക് തന്നെ PSC വന്നിട്ടുണ്ട്, അല്ലേ. അപ്പോൾ 80 മാർക്കോളം എന്താണ്? 80 മാർക്കോളം നമ്മുടെ ഇംഗ്ലീഷും GK. 80 മാർക്കോളം ആരാണ്? 80 മാർക്ക് GK ഉണ്ട്, അവിടെ ഇംഗ്ലീഷ് ഉണ്ട്, അവിടെ മാത്സ് ആൻഡ് റീസണിങ് ഉണ്ട്, അല്ലേ. അവിടെ മാത്സ് ആൻഡ് റീസണിങ് ഉണ്ട്, അവിടെ മലയാളം ഉണ്ടെന്ന് മറക്കരുത്. അത്രയാണ് 80 മാർക്ക്. ബാക്കി 20 മാർക്ക് ആരാണ്? സ്പെഷ്യൽ ടോപ്പിക്കാണെന്ന് മറക്കല്ലേ. ബാക്കി 20 മാർക്ക് ആരാണ്? സ്പെഷ്യൽ ടോപ്പിക്കാണെന്ന് മറക്കല്ലേ. 20 മാർക്ക് ആരാണ്? സ്പെഷ്യൽ ടോപ്പിക്കാണെന്ന് മറക്കല്ലേ. ക്ലിയർ കട്ട് അല്ലേ? ചെക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്തേ. ഇതാണ് നിലവിലെ സെസ്. 80 മാർക്ക് GK, ഇംഗ്ലീഷ്, മാത്സ് ആൻഡ് റീസണിങ്, മലയാളം. 20 മാർക്കാരാണ്? സ്പെഷ്യൽ ടോപ്പിക്കാണെന്ന് മറക്കരുത്. ഇതാണ് നമ്മുടെ സിലബസിൻ്റെ വിശദീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് താഴോട്ടൊന്ന് പരിശോധിക്കാം, എങ്ങനെയാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത് നോക്കാം. നോക്കൂ, ആദ്യം പറയുന്നത് എന്താണ്? പൊതുവിജ്ഞാനം. ആദ്യം പറയുന്നത് പൊതുവിജ്ഞാനം അല്ലെങ്കിൽ ചരിത്രം എത്ര മാർക്കാണ്? അതിൽ ചരിത്രം 5 മാർക്ക്. കുറച്ച് കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അടുത്ത വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട നമ്മൾ സിലബസിൽ കണ്ടു, പല സിലബസിൽ കണ്ട വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അടുത്ത എന്താണ്? ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട 5 മാർക്ക്. അവിടെ വേൾഡ് ജോഗ്രഫി ഉണ്ട്, അല്ലേ. വേൾഡ് ജോഗ്രഫി ഉണ്ട്, അതുപോലെ ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട്, അതുപോലെ തന്നെ കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അല്ലേ. ഇനി മുന്നോട്ട് പോകുന്നു. അടുത്ത എക്കണോമിക്സ്, ധനതത്വശാസ്ത്രം, അല്ലേ, അല്ലെങ്കിൽ എക്കണോമിക്സ് ആണ്. എത്ര മാർക്കാണ്? 5 മാർക്കാണ്. ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ് പോലുള്ള കാര്യങ്ങൾ, അല്ലേ. അടുത്ത മുന്നോട്ട് പോകുന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട എത്ര മാർക്കാണ്? 8 മാർക്കാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഏറ്റവും പ്രധാനപ്പെട്ട അമെൻമെൻറ്റുകൾ, പഞ്ചായത്ത് രാജ്, കൺകറന്റ് സ്റ്റേറ്റ് ലിസ്റ്റുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലേ. അടുത്ത കേരള അഡ്മിനിസ്ട്രേഷൻ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയും, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്കീംസുകൾ, സംസ്ഥാന സിവിൽ സർവീസ് ഉള്ള കാര്യങ്ങൾ, അല്ലേ. അടുത്ത എന്താണ്? ബയോളജിയുമായി ബന്ധപ്പെട്ട 4 മാർക്ക് പ്രതീക്ഷിക്കാം. ഹ്യൂമൻ ബോഡി, വിറ്റാമിൻ, സാംക്രമിക രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യ പ്രവർത്തനങ്ങൾ പോലുള്ള കാര്യങ്ങൾ, അല്ലേ, അത് ഉൾപ്പെടുത്തി 4 മാർക്ക് പ്രതീക്ഷിക്കാം. ഫിസിക്സ് 3 മാർക്കാണ്. ചലനം, അതുപോലെ തന്നെ ചലനം, ഭൗതികശാസ്ത്രത്തിൻ്റെ ശാഖകൾ, പ്രകാശം, ശബ്ദം, ബലം പോലുള്ള കാര്യങ്ങൾ, അല്ലേ. അടുത്ത നമ്മൾ രസതന്ത്രമാണ്. ഒരു 3 ടോപ്പിക്ക്. ആറ്റമുണ്ട്, മൂലകങ്ങളുണ്ട്, ലോഹങ്ങളുണ്ട്, അല്ലേ. ശേഷം മുന്നോട്ട് പോകുന്നു. കലാകായിക സാഹിത്യ സംസ്കാരം. കലാകായിക സാഹിത്യ സംസ്കാരം മറക്കരുത്, 4 മാർക്കാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യശ്രാവ്യ കലകൾ, അതിൻ്റെ ഉത്ഭവം, വ്യാപനം, പരിശീലനം പോലുള്ള കാര്യങ്ങൾ, അല്ലേ. അതുപോലെ തന്നെ കായികം, സ്പോർട്സുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോർട്സ്, കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട സ്പോർട്സ് ഐറ്റങ്ങൾ, ഏഷ്യൻ ഗെയിംസ്, അതുപോലെ തന്നെ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഏറ്റവും പ്രശസ്തരായ വ്യക്തികൾ, പേഴ്സണാലിറ്റീസ്, അവർക്ക് കിട്ടിയ അവാർഡുകൾ പോലുള്ള കാര്യങ്ങൾ, അല്ലേ. അടുത്ത മുന്നോട്ട് പോകുന്നു. കേരളത്തിലെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ സാഹിത്യവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, അല്ലേ. ഇവിടെയാണ് സാഹിത്യം.
പിന്നെയുള്ളത് സംസ്കാരവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. പിന്നെയുള്ളത് കറണ്ട് അഫെയർ ആണ് 10 മാർക്ക്. കറണ്ട് അഫെയർ 10 മാർക്കാണെന്ന് മറക്കരുത്. മാത്സ് ആൻഡ് റീസണിങ് 10 അല്ലേ, മാത്സ് ആൻഡ് 10 എന്ന് പറയുമ്പോൾ 10 അല്ല, മാത്സ് ആൻഡ് റീസണിങ് മുഴുവനായി 10 മാർക്കിനാണ്, 10 അല്ല മുഴുവനായി 10 മാർക്കിനാണ് കൊടുത്തേക്കുന്നത്. കാരണം ക്യു എ എന്ന ടോപ്പിക്ക് 5 മാർക്കാണ് അല്ലേ. ക്യു എ എന്ന ടോപ്പിക്ക് 5 മാർക്കാണ്. സംഖ്യകൾ, അടിസ്ഥാന ക്രിയകൾ, ഭിന്നസംഖ്യ, ശതമാനം, ലാഭവും നഷ്ടവും, പലിശ എന്ന് ഉൾപ്പെടുത്തി പോയേക്കുന്നത് കണ്ടു അല്ലേ. അടുത്ത വീണ്ടും മുന്നോട്ട് പോകുന്നു, നമ്മുടെ റീസണിങ് ആണ്. റീസണിങ്ങുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ശ്രേണികൾ, സംഖ്യാശ്രേണികൾ, ചിഹ്നങ്ങൾ, ഒറ്റയാനെ കണ്ടെത്തൽ, ഡയറക്ഷൻ ടെസ്റ്റ് പോലുള്ള കാര്യങ്ങൾ അല്ലേ, മറക്കല്ലേ. അടുത്ത മുന്നോട്ട് പോകുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് ഗ്രാമാറ്റിക്കൽ പോർഷൻ 5 മാർക്ക്, 10 മാർക്കാണ് ഇംഗ്ലീഷ്, 5 മാർക്ക് ഗ്രാമാറ്റിക്കൽ പോർഷൻ, 5 മാർക്ക് എന്താണ്, ഒക്കാബുലറി ആണ്. മറക്കല്ല, എത്ര ഒക്കാബുലറി ആണ് 5 മാർക്ക്. സിനോണിമ്, ആന്റോണിമ്, കോമ്പൗണ്ട് വേർഡ്സ്, ഫ്രൈസൽ വെർബ് അല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി 5 മാർക്ക് ഒക്കാബുലറി ആണെന്ന് മറക്കല്ലേ. റൈറ്റ്, വീണ്ടും മുന്നോട്ട് പോകുന്നു. അടുത്ത മലയാളമാണ് 10 മാർക്ക് അല്ലേ. അടുത്ത മലയാളമാണെന്ന് മറക്കരുത്, 10 മാർക്കാരാണ്. മലയാളമാണ്. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം പോലെ ഉൾപ്പെടുത്തി എത്ര മാർക്കാണ്, 10 മാർക്ക് മലയാളം, മറക്കരുത്. കഴിഞ്ഞില്ല, വീണ്ടും മുന്നോട്ട് പോകുന്നു. സ്പെഷ്യൽ ടോപ്പിക് അല്ലേ, ഏവരും കാത്തിരിക്കുന്ന കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫയർമാൻ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് മറക്കരുത്. നോക്കൂ നിങ്ങൾ, സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുമ്പോൾ എന്താ, ജോലിയുടെ ക്യാരക്ടറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അല്ലേ. ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡിൽ ഫയറുമായി ബന്ധപ്പെട്ട 9 മാർക്കാണെന്ന് മറക്കല്ലേ. അതുപോലെ നോക്കൂ, ബേസിക് കൺസെപ്റ്റ് ആൻഡ് ടെമ്പറേച്ചർ, ഹീറ്റ്, ഫയർ ട്രയാങ്കിൾ, കെമിസ്ട്രി ബിഹൈൻഡ് ദി ഹീറ്റ് ആൻഡ് വെപ്പറൈസേഷൻ, ഹീറ്റ് കപ്പാസിറ്റി, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, സബ്ലിമേഷൻ, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഇഗ്നിഷൻ ടെമ്പറേച്ചർ, അമോണിയ, ക്ലോറിൻ. റൈറ്റ്. അടുത്ത് നോക്കൂ, മെത്തേഡ് ഓഫ് ഫയർ എക്സ്റ്റിങ്ഷൻ ആണ്. അതുമായി ബന്ധപ്പെട്ട് സ്റ്റാർവേഷൻസ്, ബ്ലാങ്കറ്റിംഗ് പോലെ, കൂളിംഗ് പോലുള്ള കാര്യങ്ങൾ. അടുത്ത ഫയർ എക്സ്റ്റിങ്ഷൻ ആണ്. ടൈപ്പ് ഓഫ് ഫയർ എക്സ്റ്റിങ്ഷൻ കൃത്യമായി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട് 9 മാർക്കിന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗനൈസേഷനും പേഴ്സൺസും, ഹ്യൂമൻ ബോഡി, റെസ്പിറേഷൻ, ബ്രീത്തിങ്, പൾസ്, സർക്കുലേഷൻസ്, കൾച്ചറൽ സിസ്റ്റം, ഇതുപോലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി അല്ലേ. അടുത്ത മുന്നോട്ട് പോകുന്നു. പിന്നെ ചോക്കിങ്, പലതരത്തിൽ അപകടങ്ങൾ വരാം, അതിന് എങ്ങനെയൊക്കെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം, ഇടിമിന്നൽ ഏൽക്കുമ്പോൾ എങ്ങനെ, പാമ്പ് കടിക്കണം എങ്ങനെ, അല്ലെങ്കിൽ പെട്ടെന്ന് അറ്റാക്ക് വന്ന് വീഴുമ്പോൾ എങ്ങനെ, അങ്ങനെ പലതരത്തിലുള്ള ഫസ്റ്റ് എയ്ഡ് മെഷർമെൻറ്റുകളും മെത്തേഡുകളും കൃത്യമായിട്ട് ചെക്ക് ചെയ്യാൻ പറയാനുള്ള. സ്നേക്ക് ബൈറ്റ്, ഫ്രാക്ചറുകൾ വരുമ്പോൾ, ബെയിൻസ്, പൊള്ളലുകൾ ഏൽക്കുമ്പോൾ, അപ്പോൾ അത് കൃത്യമായി പറയുന്നുണ്ട് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം. അടുത്ത ഐറ്റിയുമായി ബന്ധപ്പെട്ട് 2 മാർക്ക് പ്രതീക്ഷിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അമെൻമെൻ്റ് കുറച്ച് സെഷൻസിന് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അമെൻമെൻറ്റ് കൊണ്ടല്ലേ, ഇപ്പം 66D, 66C, 66E, 66F ഒക്കെ അമെൻമെൻറ്റ് വഴി വന്നതാണ് അല്ലേ. അപ്പോൾ എനിവേ, ഐറ്റിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സെഷൻസിനെ കൃത്യമായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് മറക്കരുത്. വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതൊക്കെ തന്നെ ഇതാണ് ടോപ്പിക്ക്. അപ്പോൾ 80 മാർക്ക് സ്പെഷ്യൽ 80 മാർക്ക് ജനറൽ ടോപ്പിക്കും 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കുമാണെന്ന് മറക്കല്ലേ. 80 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കാണ്, ശരിയല്ലേ? അല്ല, ജനറൽ ടോപ്പിക്കാണ്. കണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, 80 മാർക്കോളം GK. 80 മാർക്ക് ആരാണ്? GK ഉണ്ട്, അതുപോലെ ഇംഗ്ലീഷ് ഉണ്ട്, മാത്സ് ആൻഡ് റീസണിംഗ് ഉണ്ട്, മലയാളമുണ്ട്. ബാക്കിയുള്ള 20 മാർക്കോ മറക്കല്ലേ, സ്പെഷ്യൽ ടോപ്പിക്കാണെന്ന് മറക്കരുത്. സ്പെഷ്യൽ ടോപ്പിക്കാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് രീതി. അപ്പോൾ നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാം. വിജ്ഞാപനം വന്നാൽ 3 മാസത്തിനകം തീർച്ചയായിട്ടും പരീക്ഷ ഉണ്ടാകുമെന്ന് മറക്കരുത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ നമ്മൾ നോക്കൂ, 80 മാർക്കിൻ്റെ കോച്ചിങ് ആരംഭിക്കുകയാണ്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വിജ്ഞാപനം വന്നതിന് ശേഷം മാത്രമേ നമ്മൾ അതിൻ്റെ ട്രെയിനിങ് ആരംഭിക്കുകയുള്ളൂ. ആ സ്പെഷ്യൽ ടോപ്പിക്ക് അവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ള 80 ബാക്കിയുള്ള GK അല്ലേ, ബാക്കിയുള്ള ഇംഗ്ലീഷും GKയും മാത്സ് ആൻഡ് റീസണിങ്ങും മലയാളവും കൂടെ ചേർത്തിട്ട് 80 മാർക്ക് നമുക്ക് വേണം. അതിൽ 80 മാർക്കും സ്കോർ ചെയ്യാൻ ഒരു സൂപ്പർ PSC സമഗ്ര ഫൗണ്ടേഷൻ ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ്. ഒരു സൂപ്പർ PSC, കേരള PSCൻ്റെ സമഗ്ര ഫൗണ്ടേഷൻ ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ്. ഞാൻ ആ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന പ്രൊസീജിയേഴ്സ് ഒന്ന് പരിചയപ്പെടുത്തിട്ട് നേരെ ഗൂഗിൾ കയറിയേ. ഇവിടെ അഡ്ഡ ട്യൂബേഴ്സ് മലയാളം ഒന്ന് കൊടുത്തേ. അതിൽ ആദ്യം കാണുന്ന വെബ്സൈറ്റ് എടുത്തേ, താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമഗ്ര ഫൗണ്ടേഷൻ ബാച്ചിനെ കാണാൻ കഴിയും. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമഗ്ര ഫൗണ്ടേഷൻ ബാച്ചിനെ കണ്ടായിരുന്നോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ മറക്കല്ലേ. ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. നിലവിലെ ഫീസ് എങ്ങനെയാണ്? 2940 ആണ്. അത്രയും കൊടുക്കണ്ട. പകരം ബൈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേ. ഒരു കൂപ്പൺ കോഡ് ചോദിക്കുന്നുണ്ടോ? എന്താ കോഡ് കൊടുക്കേണ്ടത്? കോഡ് കൊടുത്തേ. Y364 എന്ന് കൊടുത്തേ. Y364 എന്ന് കൊടുത്തേ. യെല്ലോവിൻ്റെ Y കൊടുക്കുക, ഇനി കൊടുത്തേ 364 എന്ന് കൊടുക്കുക അല്ലേ. Y364 എന്ന് കൊടുത്തേ. ഇനി അപ്ലൈ കൊടുത്ത റൈറ്റ്. Y364 Y364 എന്ന ഡിസ്കൗണ്ട് കോഡ് കൊടുത്ത് അപ്ലൈ കൊടുക്കുക. അപ്പോൾ അത് അപ്ലൈ അതിന് തെളിവായിട്ട് കണ്ടായിരുന്നു. അത് അപ്ലൈ അതിന് തെളിവായിട്ടൊരു മൈനസ് സൈൻ വരുന്നു. 800 രൂപ കുറച്ചിട്ട് 2146.
അപ്പോൾ അത് അപ്ലൈ ചെയ്യാൻ തെളിവായിട്ട് Y364 ഡിസ്കൗണ്ട് കോഡ് വെച്ച് അപ്ലൈ കൊടുക്കാം. അത് അപ്ലൈ ചെയ്യാൻ തെളിവായിട്ട് കണ്ടായിരുന്നു, ഒരു മൈനസ് സൈൻ വരുന്നു, 800 കുറച്ചിട്ട് 2146 രൂപയ്ക്ക് ഈസിലി കോഴ്സുകളെ പർച്ചേസ് ചെയ്യാൻ കഴിയും, മറക്കരുത്. ഓക്കെ അല്ലേ? അതുപോലെ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം, അത് മറക്കരുത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, നിലവിലിപ്പം ഓണത്തിൻ്റെ ഓഫറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി നമ്മൾ അഡ്ഡ 2 മലയാളത്തിൽ ഓണത്തിൻ്റെ ഓഫറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഓഫറിൻ്റെ ഭാഗമാകാനും കോഴ്സുകളെ ഈസിലി പർച്ചേസ് ചെയ്യാനും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കോഴ്സുകളെ പർച്ചേസ് ചെയ്യാൻ 27% ഡിസ്കൗണ്ട് അല്ലേ? നമുക്ക് പരിശോധിക്കാം. 27% ഡിസ്കൗണ്ട് ഉണ്ട്. നിങ്ങൾക്ക് ഏത് കോഡ് യൂസ് ചെയ്യാം? Y364 എന്ന കോഡ് ഉപയോഗിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സ് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് 27% ഡിസ്കൗണ്ട് ഓഫർ ഉണ്ടാകും. മാത്രമല്ല ഡബിൾ വാലിഡിറ്റി. നമുക്കറിയാം, നോർമലി ഒരു കോഴ്സിൻ്റെ വാലിഡിറ്റി എങ്ങനെയാണ്? 1 വർഷമാണ് നമ്മൾ കൊടുക്കാറ്. ഇപ്പം ഓണക്കാലത്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് 2 വർഷമായി കിട്ടുന്നതായിരിക്കും. ഡബിൾ വാലിഡിറ്റി ആണെന്ന് മറക്കരുത്. പിന്നെ കുറച്ച് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടാകും. ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് മോക്ക് ടെസ്റ്റ് ആയിരിക്കും, ഈ ബുക്കുകളായിരിക്കാം PSCൻ്റെ. കൃത്യമായി ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് ഏറ്റവും പ്രധാനമായി നിങ്ങൾ ശ്രദ്ധിക്കുക. നോക്കൂ, നിലവിൽ നമുക്കൊരു ആപ്പ് അറിയാമല്ലോ, അഡ്ഡ 2 മലയാളത്തിൻ്റെ ആപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ്. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പിളാണെങ്കിൽ ആപ്പിൾ ഫോൺ സ്റ്റോറിലോ കൃത്യമായിട്ട് അഡ്ഡ 2 മലയാളം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആപ്പുകളെ കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ആപ്പിനെ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ കഴിയും? ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു 3 വരയുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ സ്റ്റേറ്റ് എക്സാംസിനെ കാണാൻ കഴിയും. അവിടെ കേരളം കൃത്യമായി ചൂസ് ചെയ്യുക. അവിടെ കേരളം ചൂസ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഓരോരോ പരീക്ഷയുള്ള ലിസ്റ്റ്, അല്ലെങ്കിൽ കേരളത്തിലെ കംപ്ലീറ്റ് പരീക്ഷകളെയും ഒഫീഷ്യൽ സിലബസ്, അതിലുപരി ഏറ്റവും പ്രധാനപ്പെട്ട മോക്ക് ടെസ്റ്റ് അല്ലേ, ഒരു ഡെയിലി ക്യൂ സീരീസ് ഉണ്ട്. കറണ്ട് അഫെയറിനെ അടിസ്ഥാനമാക്കിയുള്ള ഡെയിലി ക്യൂ സീരീസ്, ഓരോ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഹിസ്റ്ററി, ജോഗ്രഫി, ഇങ്ങനെ ഓരോ വിഷയങ്ങളെ ചേർന്ന് ഹിസ്റ്ററി, ജോഗ്രഫി, മാത്സ് ആൻഡ് റീസണിങ്, ഓരോ വിഷയങ്ങളെ ചേർത്തുള്ള ക്യൂ സീരീസുകൾ കൃത്യമായി ചെയ്തു നോക്കാനും ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്താനും കഴിയും. അതുപോലെ കംപ്ലീറ്റ് ഫ്രീ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ കൃത്യമായിട്ട് ആപ്പിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾ ഇവർ യൂസ് ചെയ്യുക. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലെ കംപ്ലീറ്റ് പരീക്ഷകളുടെയും കാറ്റഗറി നമ്പർ, ഫിസിക്കൽ കണ്ടീഷൻ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, സാലറി, നിലവിലെ ഒഴിവുകൾ, അതുപോലെ തന്നെ മെഡിക്കൽ കണ്ടീഷൻ, അതുപോലെ തന്നെ ആ പോസ്റ്റിൻ്റെ ഏറ്റവും ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ, ഇക്വലൻ്റ് കണ്ടീഷനുകൾ, റാങ്ക് ലിസ്റ്റ്, ഷോർട്ട് ലിസ്റ്റ്, അതുപോലെ ഒഫീഷ്യൽ സിലബസ്, കൺഫർമേഷൻ്റെ എണ്ണം, പരീക്ഷ എഴുതുന്നവരുടെ എണ്ണം, ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ അതിവേഗത്തിൽ കൊണ്ടുവരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ വെയിറ്റ് ചെയ്യുക. അതുപോലെ മറ്റൊരു കാര്യമുള്ളത്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു PSC പരീക്ഷ എന്തെങ്കിലും ഡൗട്ടുകൾ, അതിൻ്റെ സിലബസോ ഫിസിക്കൽ കണ്ടീഷനോ മെഡിക്കൽ കണ്ടീഷനോ പ്രായപരിധിയോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൃത്യമായി കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ അത് കേരളത്തിലെ ഏതെങ്കിലും ഒരു PSC പരീക്ഷയാണെങ്കിൽ ശ്രദ്ധിക്കുക, കേരളത്തിലെ ഏതെങ്കിലും ഒരു PSC പരീക്ഷയാണെങ്കിൽ അതിൻ്റെ കാറ്റഗറി നമ്പറും കൂടെ വെക്കാൻ ശ്രമിക്കുക. PSC ഡൗട്ട് മാത്രമല്ല ചോദിക്കേണ്ടത്, RRB ചോദിക്കാൻ കഴിയും, ബാങ്ക് ഉണ്ടെങ്കിൽ അത് ചോദിക്കാം, അതല്ല ദേവസ്വം ബോർഡാണെങ്കിൽ അങ്ങനെ, ഹൈക്കോർട്ടാണെങ്കിൽ അങ്ങനെ. അപ്പോൾ കൃത്യമായ ഡൗട്ടുകൾ ചോദിക്കുകയും അതിൽ കൃത്യമായി PSC കാറ്റഗറി നമ്പർ ഉൾപ്പെടുത്താൻ ഏവരും ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ബാച്ചിനെ പറ്റി മറക്കണ്ട, PSC സമഗ്ര ഫൗണ്ടേഷൻ ബാച്ചാണ്. നിലവിൽ 80 മാർക്കിൻ്റെ അതായത് ഫയർമാൻ്റെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട്, ഫയർമാൻ പരീക്ഷയുമായി ബന്ധപ്പെട്ട് 80ൽ 80 മാർക്ക് ഉറപ്പിക്കുക. സിലബസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കലണ്ടറല്ല, നമ്മുടെ നോട്ടിഫിക്കേഷൻ അല്ലേ, വിജ്ഞാപനം ഡിസംബറിൽ വന്നതിന് ശേഷമായിരിക്കും നമ്മൾ അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് കൊടുത്തു തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സമയം കൊണ്ട് നമുക്ക് 80ൽ 80 മാർക്ക് ഉറപ്പിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു PSC സമഗ്ര ഫൗണ്ടേഷൻ ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ്. ഏവർക്കും ബാച്ചിലേക്ക് സ്വാഗതം, മറക്കണ്ട. അതുപോലെ തന്നെ ഓണമാണ്, ഓണത്തിൻ്റെ ഓഫറുകൾ കൃത്യമായി യൂസ് ചെയ്യാൻ ഏവരും ശ്രമിക്കുക, അത് മറന്നു പോകരുത്. അതുപോലെ നമ്മുടെ ഡൗട്ടുകൾ കൃത്യമായി കമൻറ്റ് ബോക്സിൽ കൊണ്ടുവരാൻ മറന്നു പോകരുത്. അതുപോലെ കൃത്യമായി ഓരോ നോട്ടിഫിക്കേഷനും ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൃത്യമായി കമൻറ്റ് ബോക്സിൽ കൊണ്ടുവരിക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഓണമാണ്, എല്ലാവർക്കും ഓണാശംസകൾ. അടുത്ത ഓണത്തിന് മുന്നേ, ഇപ്പോൾ ഈ ഓണം ഇങ്ങനെ പോയി, വരുന്ന ദിവസം തിരുവോണമാണ്. അപ്പോൾ അടുത്ത തിരുവോണത്തിന് മുന്നേ കൃത്യമായിട്ട് ഏവർക്കും ജോലി കിട്ടിയിരിക്കണം. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഈ ഓണത്തിലേ നമുക്ക് ആരംഭിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു.